പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ആഴ്ചഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രം. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും. ധർമ്മസ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കും. ധനലാഭം, പ്രവൃത്തി വിജയം എന്നിവ ഉണ്ടാകും. അപകടങ്ങളും അസുഖങ്ങളും അലട്ടും. ഗുരുജനങ്ങളുടെ ആരോഗ്യം മോശമാകും. അഭിപ്രായ വ്യത്യാസം ദൃശ്യമാകും. ഞായറാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് ഭരണി നക്ഷത്രം. ധനാഗമം ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. എല്ലാ സംരംഭങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും. പരിശ്രമങ്ങൾക്ക് ഗുണഫലം ലഭിക്കും. സംരംഭങ്ങളിൽ സഹായിയെ ലഭിക്കും. ചിലവ് അധികമാകും. ലക്ഷ്യബോധമില്ലാത്ത യാത്ര അനുഭവത്തിൽ വരും. മേലധികാരികളുടെ വിദ്വേഷത്തിന് ഇടവരും. ചൊവ്വാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകും. തൊഴിൽ രംഗം വിപുലീകരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള ശത്രുത യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കും. ആത്മസംയമനം പാലിക്കുക. തിങ്കളാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കൃഷി ലാഭകരമാകും. ആദരിക്കപ്പെടും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കും. വരുമാനം കുറയും. ചിലവ് വർദ്ധിക്കും. തലവേദന, കണ്ണിന് അസുഖം എന്നിവ മൂലം ക്ലേശം അനുഭവത്തിൽ വരും. ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. രോഗശമനം ഉണ്ടാകും. സർവ്വകാര്യങ്ങളും അനുകൂലമായി തീരും. ഭാര്യാസുഖം, പുത്രസുഖം, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവ അനുഭവത്തിൽ വരും. സ്വന്തം ദോഷം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കും. കൃഷികാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബുധനാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. വാഹന ലാഭവും ഗൃഹലാഭവും ഉണ്ടാകും. ജോലി മാറ്റം അനുകൂലമാകും. ഉദരരോഗം, ഭയം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ ഉണ്ടാകും. ദ്രവ്യനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ചൂട് കാരണമുള്ള രോഗം ബുദ്ധിമുട്ടിക്കും. ഭാഗ്യദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. അർഹമായ സ്വത്തുക്കൾ ലഭിക്കും. കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ് എന്നിവ ലാഭകരമാകും. കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. വാതരോഗം, കഫം, അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. തിങ്കളാഴ്ച പൊതുവെ അനുകൂലമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. തൊഴിൽപരമായ പരിശ്രമങ്ങൾ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. വിനോദ യാത്രകൾക്ക് പോകും. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യത. അധികാരികളിൽ നിന്നും അവഗണന ലഭിക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക. വെള്ളിയാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സുഖം, അഭീഷ്ടസിദ്ധി, കാര്യങ്ങളിൽ സഫലത, അധികാരികളിൽ നിന്നും അംഗീകാരം, കർമ്മരംഗത്ത് ഉണർവ്, വിദേശയാത്രയ്ക്ക് സാധ്യത എന്നിവയുണ്ടാകും. അതുപോലെ ദുർജന സമ്പർക്കം മൂലം മാനഹാനിക്ക് സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടവും അനുഭവത്തിൽ വരാം. ഉദരരോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. അന്നം, വസ്ത്രം എന്നിവയ്ക്കുള്ള പ്രാപ്തി ഉണ്ടാകും. ധനാഗമം വന്നുചേരും. സന്താന ഭാഗ്യമുണ്ടാകും. ഗൃഹലാഭം അനുഭവത്തിൽ വരും. വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും. അഭിപ്രായ വ്യത്യാസമുണ്ടാകും. സ്വജനങ്ങളുടെ വേർപാട് മൂലം മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ പുഷ്ടിപ്പെടും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. നഷ്ടമായ പൂർവിക സ്വത്ത് വീണ്ടെടുക്കുവാനാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാകും. ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ്. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. മത്സര രംഗത്ത് വിജയം ഉണ്ടാകും. പുതിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മുന്നേറും. വിശിഷ്ട സദസ്സുകളിൽ പങ്കാളികളാകും. വിദേശയാത്രാ തടസ്സങ്ങൾ നീങ്ങും. പ്രവർത്തന മേഖല പുഷ്ടിപ്പെടും. പരീക്ഷാ പേടി മാറ്റേണ്ട സമയമാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. ഞായറാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സ്വയം തൊഴിൽ, ബിസിനസ് മേഖലയിലുള്ളവർക്ക് മേന്മ. പരീക്ഷകൾക്ക് അനുകൂലമായ സമയം. ആരാധനാലയങ്ങൾ സന്ദർശിക്കും. ദൂരയാത്രകളിൽ
ഡ്രൈവിങ്ങിൽ മറ്റും ശ്രദ്ധിക്കേണ്ട സമയമാണ്. തിങ്കളാഴ്ച ഭാഗ്യ ദിവസമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഉപരിപഠനത്തിന് അനുകൂലമായ സമയം. ധനനേട്ടം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഭൂമിയോ കെട്ടിടമോ വാങ്ങും. ദന്തരോഗം, അസ്ഥിക്ഷയം എന്നിവയ്ക്ക് സാധ്യത. അശുഭ വാർത്തകൾ കേൾക്കുവാനിടവരും. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് ചോദ്യ നക്ഷത്രം. മനോബലം വർദ്ധിക്കും. തെറ്റിദ്ധാരണകളും അശുഭചിന്തയും അകന്നുപോകും. വീട്ടുകാര്യങ്ങളിലുള്ള കുറവ് നികത്തും. മത്സര ഭാഗ്യ പരീക്ഷണത്തിൽ വിജയിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ വൈകും. ആർഭാടം നിയന്ത്രിക്കണം. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. ഈശ്വരാനുഗ്രഹം അനുകൂലമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടും. പ്രയത്നങ്ങൾ ഫലപ്രദമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലും ശ്രദ്ധയും വേണം. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാഴാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. വലിയ ചില പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കും. ആരോഗ്യം മെച്ചപ്പെടും. വിദേശയാത്രാ തടസ്സം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമല്ല. ശനിയാഴ്ച ഗുണകരമായ ദിവസമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. ഗൃഹനിർമ്മാണം, ഗൃഹപ്രവേശം, വിവാഹം എന്നിവയിൽ പങ്കുകൊള്ളുവാൻ യോഗം. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകും. ബാങ്കിങ്, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. പ്രതീക്ഷിച്ചിരിക്കാത്തവരുടെ വിയോഗം കേൾക്കുവാൻ ഇടവരും. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ച. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കും. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. തന്ത്രപരമായ പല കാര്യങ്ങളും നേടിയെടുക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായും കുടുംബപരമായും പ്രതിസന്ധികൾ നേരിടും. ഭാഗ്യ ദിവസം തിങ്കളാഴ്ച. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മികച്ച കാലമാണ്. പ്രമോഷന് സാധ്യതയുണ്ട്. ചിരകാല അഭിലാഷം പൂവണിയും. പ്രണയ സാഫല്യമുണ്ടാകും. സാഹിത്യരംഗത്ത് ശോഭിക്കും. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. രാഷ്ട്രീയ വിമർശനം നേരിടും. ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. വിവാഹ തടസ്സം നീങ്ങും. കുടുംബ സ്വത്ത് ലഭിക്കും. അയൽക്കാരുമായുള്ള അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കലാരംഗത്ത് ശോഭ കുറയും. അനിവാര്യമായ തിരിച്ചടികൾ ഉണ്ടാകും. ശനിയാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കരാർ ജോലികളിൽ നിന്നും ലാഭം ഉണ്ടാകും. പുരസ്കാരങ്ങളും പുതിയ പദവികളും നേടും. വിദേശ ജോലി, വിദ്യാഭ്യാസം എന്നിവ അനുകൂലമാകും. പ്രമുഖ വ്യക്തികളെ നേരിൽ കാണുവാൻ അവസരമുണ്ടാകും. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യത. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ്. രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ദേവാലയ ദർശനം സാധ്യമാകും. ഇഷ്ടജനങ്ങളുടെ സഹവാസം ഉണ്ടാകും. വിവാഹ ആലോചന മുടങ്ങുവാൻ സാധ്യത. അഗ്നി, ജലം എന്നിവയിൽ നിന്നുള്ള അപകടങ്ങൾ സൂക്ഷിക്കുക. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുരസ്കാരം, പാരിതോഷികം എന്നിവ തേടിവരാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ചെറിയ ആശ്വാസം ലഭിക്കും. പ്രണയരംഗത്തും ദാമ്പത്യത്തിലും തിരിച്ചടിക്ക് സാധ്യത. ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ്. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഭൂമി, വസ്തു, വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. കലാ, സിനിമാ രംഗത്തുള്ളവർക്ക് പുരോഗതി ദൃശ്യമാകും. മാതാപിതാക്കളുടെ ചികിത്സാ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകും. സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. മിത്രഭാവേനയുള്ള ശത്രുക്കളെ സൂക്ഷിക്കുക. ബുധനാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. കുടുംബത്തിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ശ്രവിക്കും. കാർഷിക അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാകും. സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ അനുഭവത്തിൽ വരും. അവസാനമായി രേവതി നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് ഉന്നതിയും അംഗീകാരവും തേടിവരും. ഏറ്റെടുത്ത കരാർ കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിയും. തിരഞ്ഞെടുപ്പിലും മറ്റും വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയമല്ല. ഇരുചക്ര വാഹനങ്ങൾ വഴി അപകട സാധ്യത കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം അനുകൂലമാണ്. വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.